ഹലോ. ആ എടാ ഒന്നുണ്ടാവും എൻ്റെ അടുത്ത്. ആ ആ ഓക്കെ. ഓൻ്റെ അടുത്തില്ല. എന്നാ നിങ്ങൾ സതീശനോട് വെക്കി. സതീശനോട് ഞാൻ ഇന്നലെ ചോദിച്ചതാ, ഓൻ്റെ കഴിഞ്ഞ് വെക്ക്. എന്നാ നിങ്ങൾ അനിയനെ എടുത്തിക്കുന്ന ഓനോട് വെക്കി ഷെയർ കിട്ടോ. ഷെയറിനൊന്നും എനിക്കാവൂലേ? ആ നിങ്ങൾ അനിയനല്ലേ അല്ലയാ? ഷെയറല്ല ഓനോട് എങ്ങനെയാ ചോദിക്കുക? നിങ്ങൾ ചെല്ലി ചോദിച്ചോക്കെ. ഓനോട് എങ്ങനെയാ ഞാൻ ചോദിക്കുക? മാറ്റി വെച്ചാൽ കൊണ്ട് 2 ദിവസം ഒരു സമയം കിട്ടി. ചിലപ്പോ നിങ്ങൾക്ക് മാറ്റി കഴിഞ്ഞ് മാറ്റി വെച്ച് ചെന്ന് ചോദിക്കും നിങ്ങളിന്ന്. ഞാൻ ചെല്ലി. ആ എന്തിനാ ഓനെ ഒന്തി വെച്ചൊക്കെ പറഞ്ഞാച്ചേ? അത് മറ്റന്നാളാ ഓണം ബമ്പറിന്റെ നറുക്കെടുപ്പ്. പിന്നെ ചേട്ടൻ എല്ലാരെയും വിളിച്ചു നോക്കിക്ക് ടിക്കറ്റ് ഉണ്ടോന്ന്. പേടിയില്ല, ആരും എടുത്തൂല്ല. അങ്ങോട്ട് മുത്തെടുത്തിക്ക്. ഓനോട് ഷെയർ കിട്ടുമെന്ന് നോക്കിയാൻ പറഞ്ഞയച്ചതാ. ഇവനിതെല്ലാം നേരത്തെ എടുത്തു വെക്കണ്ടേ? മുത്തെടുത്തിക്കില്ലേ? ആ ഓനെടുത്തിക്ക്. ആയേ പത്രത്തിൽ എന്തില്ല വാർത്ത? ആ വിജയ് വന്ന പരിപാടിയില്ലേ? നമ്മളെ ലോട്ടറിന്റെ നറുക്കെടുപ്പ് മാറ്റിയില്ലേ? ഓണം മുമ്പ് അത് മാറ്റി. അത് അടുത്ത ആഴ്ച മാറ്റി, 4-ാം തീയതി. എനക്കൊരു സ്ഥലത്ത് നിന്ന് കിട്ടിയില്ല. സ്ഥലത്തില്ല. ഒന്നി അടുത്തിട്ട് ആ എരിഞ്ഞോണെ ഷെയർ 250 കാരണേ. അത് ഞാൻ തരാം. ആ ഇനി ഗൂഗിൾ പേ ആയിട്ട് 250 റുപ്യ എൻ്റെ അക്കൗണ്ടിലേക്ക് കിട്ടോ. എന്ന് നമ്മൾ ഷെയർ. എന്താണ് ഒരു വിശ്വാസം ഇല്ലാത്ത? ആ എനിക്ക് വിശ്വാസം കുറച്ച് കുറവായില്ല. ഇപ്പം വരാ ഇടുന്നുണ്ടേ. ആ ഇട്. ഇതെന്നാടാ? ആ നിങ്ങൾ ഷെയറിന്റെ പറയുന്നേ. അത് ഞാനൊരു തോണം മുമ്പല്ലേ അതിൽ ഓനിയും കൂടി ഷെയർ കൂട്ടാൻ പറഞ്ഞു. ആ ഷെയർ കൂട്ടുന്നു. ഷെയറൊന്നും കൂട്ടണ്ട. അയച്ച 25 കോടിയാ. അതിന്റെ പകുതി ഞാൻ കൂട്ടേണ്ടി വരും. ഇവിടെ 250 രൂപ വാങ്ങി തരൂ. 250 കൂട്ടണ്ട, ഒരു രൂപ കൂട്ടണ്ട. അത്ര നിർബന്ധമാണ്. എന്റെ അച്ഛനെ കൂട്ടിക്കോ, നിങ്ങൾ ഏട്ടനെ കൂട്ടണ്ട. ഇതിപ്പോ ആകെ ഇടങ്ങാറായാലും കുഞ്ഞുമോളെ. എന്തെന്ന് ഞാൻ ഇപ്പൊ ഓനോട് പറയാ? ഓനെ പൈസ ഇട്ട് വെക്കണ്ടല്ലോ. എന്ത് പറഞ്ഞാലല്ലേ എന്തെങ്കിലും പറഞ്ഞു പോയി ബാക്കി ഷെയർ കൂട്ടുകയേ വേണ്ട. 250 റുപ്യക്ക് ഒരു ഫോട്ടോ എടുത്ത് തരയില്ല. പൈസ എല്ലാം പോന്ന ഒറ്റയിലേക്കല്ലേ നിങ്ങളെ പറഞ്ഞത്. ഞാൻ ഇപ്പൊ വന്നിക്കാണല്ലോ. കുറച്ച് ചായ എടുക്കട്ടെ. ചായ വേണ്ട, ചായ കുടിച്ചാ. ഇവരെന്താക്കുന്ന? അതൊന്നും എന്തോ തരുന്ന വിളിക്കുന്നേ. എടാ ലോട്ടറി സ്ഥലത്ത് കാണുന്നില്ല. ഞാൻ എടുത്തിക്കില്ല കേട്ടാ. ഇവളല്ലേ പറഞ്ഞ ഓളോട് ലോട്ടറി എടുത്തിരിക്കുന്നു. ഇല്ല, ഞാൻ പറഞ്ഞില്ല. എന്നാ ഇഞ്ഞൊരു കാര്യം 250 ഞാൻ വേറെ ടൈം പോയി എടുക്കാം. ഓള് നിൽക്കുക സമ്മതിക്കുന്നില്ലടാ. ഞാൻ എട്ടിയാരാ മോണ്ട് വേറെ ടിക്കറ്റ് എടുക്കാൻ പോയി അതിനായിട്ട് അടിച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ ജീവനോടെ കാണുമല്ലോ. പിന്നെ ഞാൻ പോട്ടിയാളെ. നിങ്ങൾ എങ്ങോട്ടാ? കുറച്ച് ദിവസമായില്ല ഞാൻ എഞ്ചി എടുത്തിക്കുന്നു. എനിക്ക് കുറച്ച് ഓഞ്ചി എടുത്ത് നിൽക്കട്ടോ. എന്ത് വിചാരിക്കൂ? ആ ഓൻ ലോട്ടറി എടുത്തിക്കാണേ ഉള്ളൂ, അടിച്ചിക്കില്ല. എന്താ പറഞ്ഞു? ചെറുട്ടീക്കാ. നിന്നോട് ആരാ പറഞ്ഞ ഓൻ ലോട്ടറി എടുത്തിക്കുന്നു? ഓൻ ലോട്ടറി ഒന്നും എടുത്തിക്കില്ലേ? എന്നോട് ഓളല്ലേ പറഞ്ഞ ലോട്ടറി എടുത്തിക്കുന്നേ. ആ എന്നാ അത് ഓളില്ലാണ്ടാക്കിയതാ. നിങ്ങൾ ബേജാറാണ്ട, ഒന്ന് ഞാൻ എത്തിക്കും. പിന്നെ ഇതുണ്ടേറ്റ ഇനി എന്നെ അങ്ങോട്ട് പറഞ്ഞേ ഓന്റെ അടുത്ത്. കാലക്കേറിന് ഓനാറ്റി അടിച്ചിട്ട് അതിന്റെ പകുതി ഇമ്മ കിട്ടിയാലേന്ന്. വീഡിയോ ഉണ്ട് ഇതാ. വീണ് ഹലോ. അടിച്ചാ? ലോട്ടറി അടിച്ചു. നിങ്ങൾക്ക് താങ്ങാനാകല്ലേ പിന്നെ നിങ്ങൾ ലോട്ടറി എടുക്കണം. അവനെ ഞാൻ പോയിട്ട് അച്ഛനെ വിളിക്കട്ടെ. ഞാൻ അച്ഛനെ വിളിക്കൊന്നും ചെയ്യല്ല. എനക്കല്ല അടിച്ചേ, ഏട്ടനാ. അമ്മ നമ്മളെ ഏട്ടന് ലോട്ടറി അടിച്ചോലോ. ആയേ ഞാൻ അങ്ങോട്ട് പോയിട്ട് വരുന്നേ. എന്റെ ഏട്ടനെ കൊറേ ദിവസമായി കാണാത്തത്. നിങ്ങൾ എങ്ങോട്ടാ അമ്മേ? കുറച്ച് ദിവസമായില്ല ഞാൻ ഇവിടെ വെക്കുന്നതിന് 2-3 ദിവസമായിട്ട് നിൽക്കട്ടെ. ഞാനും അങ്ങോട്ട് പോയിട്ട് നിങ്ങളെ മോളെ കൂട്ടിയാ വന്നോട്ടാ. കഴിഞ്ഞ ദിവസം ആളെ അതിന്റെ ചായ ഒന്നും കുടിക്കാണ്ട് എന്തോ ഒരു വിഷമായി. ഒരു ക്ഷീണം പിടിച്ചിരിക്കോ. ക്ഷീണം പിടിച്ചിരിക്കുന്നില്ലടോ, മുടി വെട്ടാത്ത. ഇനിയും മക്കായി അമ്മക്ക് തന്നെ ഒരേ കറല്ലേ. ഇറങ്ങാത്ത ഞാൻ എന്തെങ്കിലും വെള്ളാറ്റം കൊടുത്തുക്കാളെ. ആ വെള്ളം കുടിച്ചിക്ക്. നോക്കുന്ന ഏട്ടെ ഒന്നും അനുഭവം പറയൊന്നും ചെയ്യുന്നില്ല. എന്നാ പറ്റിയത്?
ടീച്ചറാ നമ്മള് രക്ഷപ്പെട്ട് നമുക്ക് ലോട്ടി അടിച്ചില്ലേ ഇനി നമുക്ക് പണിക്ക് വേണ്ട. നിങ്ങളെ ക്ലാസ് പൊള്ളിക്കോട്ടെ, നിങ്ങളങ്ങോട്ട് മാറിയിരിക്കുന്നു. നമ്മളെ പണിസാനായത് ഇനി ഞാൻ ഈ പണിസാനം കൈകൊണ്ട് കൊടുന്നത് നിങ്ങളെ കൊട്ടാരത്തിന്റെ പണിക്കാ. ആ കേട്ടോ, ഓൻ കൊട്ടാരെല്ലാം ഉണ്ടാക്കും. ഇന്റെ പോലെ അടുപ്പ് പോകണമെങ്കിൽ ഇനി പണിക്കോണം. ഓടുത്ത് പണിക്ക് പോകാൻ നോക്ക്. അത് നിങ്ങളല്ല പറയണ്ടേ, ഓറ് പറയട്ടെ. ഓ ഇത്ര നാൾ നിങ്ങളൊന്നും കണ്ടിക്കില്ലാലോ, ഇവിടുന്ന പാഞ്ഞു വന്ന്. ഒരു മനുഷ്യനോട് മിണ്ടാട്ടല്ലോ, നിങ്ങളൊന്നും മിണ്ടാടുക്കുന്നുണ്ടാ? നിങ്ങൾ വർത്താനം പറയണ്ട, ഓരോന്ന് തട്ടി വിളിച്ചു നോക്കുന്നേ. വിളിച്ചോക്ക്. അല്ലാണ്ട് ഇനി എണീക്ക്. വിനോദ പണിക്ക് പോകാൻ വന്നിക്കാ. TV 116006 TS 123755 അടുത്തേക്ക് രണ്ടെണ്ണം. ഞാനൊന്നും അടുത്തേക്കുള്ളൂ. അതിപ്പോ മുതലായി. സ്വപ്നം ഈ രണ്ടിടത്തേക്കില്ലേ? ആ 2 ദിവസം ഉറങ്ങിയിട്ട് അങ്ങ് കണ്ടുകള, എന്നാലാ മുതലാ. സ്വപ്നം കാണാനാ? എന്നാ 2 ദിവസം പണിക്ക് വേണ്ടേ? അഥവാ ഇതെങ്ങാനും അടിച്ചാല് 2 ദിവസത്തെ പണിക്ക് പോക്ക് നഷ്ടല്ലേ? കാക്ക കാര്യം വേണീട്ട് വന്നിക്ക്. അഥവാ ഇത് അടിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇത്രയും കാലം പണിക്ക് പോയാലും നഷ്ടമല്ലേ? വെറും നഷ്ടല്ലേ? കുറച്ചു നേരം കൂടി ഉറങ്ങിയിട്ടുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞു കാണേനു. എന്ത് സ്വപ്നം? എനക്കാ ഇത് അടിക്കാന്ന് ആരും പറഞ്ഞിട്ടില്ല. എനിക്കിത് അടിക്കൂലെന്ന് ആരും പറഞ്ഞിട്ടില്ലല്ലോ. നമുക്ക് 5-ാം തീയതി കാണാം. ആ അതുവരെ ലീവ്. ഓരോരോ ഇടങ്ങ